ഞാനൊരു ആസിഡും ബേസും എടുത്ത് HCl-ഉം എണ്ണയും വെച്ചു. ഇവർ കമ്പൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുക? നമ്മൾ സാധാരണ സംസാരിക്കാറുണ്ട്, NaCl-ഉം വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയും. എന്നിട്ട് നമ്മൾ പറയാറുണ്ട് സോൾട്ടും വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോൾട്ട് ഈസ് എ ഫാമിലി നെയിം. അതിൽ ഏത് സോൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആസിഡും ബേസും കമ്പൈൻ ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിമ്പിൾ സോൾട്ടും വാട്ടറുമാണ്. സിമ്പിൾ സോൾട്ട് പ്ലസ് വാട്ടർ എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ. പക്ഷെ പിന്നീട് എപ്പോഴോ സിമ്പിൾ എന്നുള്ള ടേം നമ്മൾ വിട്ടു, സോൾട്ട് പ്ലസ് വാട്ടർ എന്ന് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. അതിലൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? സിമ്പിൾ സോൾട്ടുകൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ഡിഫറെൻ്റ് സിമ്പിൾ സോൾട്ടുകൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വേറെ 2 ഡിഫറെൻ്റ് ടൈപ്പ് സോൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതേതൊക്കെയെന്നറിയോ? ഡബിൾ സോൾട്ടും കോംപ്ലക്സ് സോൾട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആസിഡും ബേസും കമ്പൈൻ ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്, സിമ്പിൾ സോൾട്ടും വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമ്പിൾ സോൾട്ടുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സോൾട്ടും കോംപ്ലക്സ് സോൾട്ടും ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, KCl എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സോൾട്ടാണ്, MgCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ സിമ്പിൾ സോൾട്ടാണ്. ഈ 2 സിമ്പിൾ സോൾട്ടുകൾ കമ്പൈൻ ചെയ്താൽ KCl MgCl2 6H2 എന്ന് പറഞ്ഞാൽ മറ്റൊരു സോൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിനെ ഡബിൾ സോൾട്ട് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ സോൾട്ട് എടുത്ത് വാട്ടറിലേക്ക് ഇട്ടപ്പോൾ അത് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തു. ദാറ്റ് മീൻസ് K പ്ലസും Cl മൈനസും Mg2 പ്ലസും Cl മൈനസും ആയിട്ട് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തു. അങ്ങനെ 2 സിമ്പിൾ സോൾട്ടുകൾ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സോൾട്ട് വാട്ടറിൽ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യുകയാണെങ്കിൽ അവരെ വിളിച്ച പേരാണ് ഡബിൾ സോൾട്ട് എന്നുള്ളത്. ഇത് കാർണലൈറ്റ് എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം ആയിട്ട് നമ്മൾ സംസാരിക്കാറുള്ളത്. ഈ സോൾട്ടിൻ്റെ കാർണലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡബിൾ സോൾട്ട്. ഈസ് ക്ലിയർ? ഇനി മറ്റൊരു കേസ് എടുക്കാം. അനദർ 2 സിമ്പിൾ സോൾട്ടുകളെ ഞാൻ കമ്പൈൻ ചെയ്യിച്ചു. അതിതാ, ഒന്ന് KCN ഉം മറ്റൊന്ന് FeSO4 ആണ്. KCN ഈസ് അനദർ സിമ്പിൾ സോൾട്ട്, FeSO4 ഈസ് അനദർ സിമ്പിൾ സോൾട്ട്. ഇവർ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്തു. അങ്ങനെ കമ്പൈൻ ചെയ്ത കിട്ടിയ സോൾട്ട് അത് വാട്ടറിൽ കംപ്ലീറ്റ്ലി എന്തല്ല, അയോണൈസബിൾ അല്ല. അപ്പോൾ അയണൈസ് ചെയ്യാത്ത പാർട്ടിന് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചു. ഇതവിടെ നോക്കണേ, അയണൈസ് ചെയ്യാത്ത പാർട്ടിന് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചു. ഈ 2 സിമ്പിൾ സോൾട്ട് കമ്പൈൻ ചെയ്തപ്പോഴും ഒരു സോൾട്ട് തന്നെയാണ് കിട്ടിയത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി വാട്ടറിൽ എന്തല്ല, അയണൈസ് ചെയ്തിട്ടില്ല. അയണൈസ് ചെയ്യാത്ത പാർട്ടിന് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അവിടെ വെച്ചു. ഇത്തരം സോൾട്ടുകളെ, കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യാത്ത സോൾട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് സോൾട്ട്. അപ്പോൾ സിമ്പിൾ സോൾട്ടുകൾ കമ്പൈൻ ചെയ്താൽ 2 ഡിഫറെൻറ്റ് സോൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡബിൾ സോൾട്ടും കോംപ്ലക്സ് സോൾട്ടും. ഉണ്ടാവുന്ന സോൾട്ട് കംപ്ലീറ്റ്ലി അയണൈസബിൾ ആണെങ്കിൽ ഡബിൾ സോൾട്ട് എന്നും, കംപ്ലീറ്റ്ലി അയണൈസബിൾ അല്ലെങ്കിൽ അവരെ നമ്മൾ കോംപ്ലക്സ് സോൾട്ട് എന്നും വിളിക്കും. ക്ലിയർ? ഇനി ഈ അയണൈസ് ചെയ്യാത്ത പാർട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാക്കിയില്ലേ, അതിൻ്റെ അകത്ത് ഒരു മെറ്റൽ ഉണ്ടാവും. ആ മെറ്റൽ ആറ്റം ഡി ബ്ലോക്ക് എന്നാണ് വരുന്നതെങ്കിൽ, ഇവിടെ ഇപ്പോൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ അയണ, ആ മെറ്റൽ ആറ്റം ഡി ബ്ലോക്ക് എന്നാണ് വരുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ? ഡി ബ്ലോക്കിലെ 3D സീരീസ് ആണ് ഞാൻ പറഞ്ഞത്. 3D സീരീസ് എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഡി ബ്ലോക്ക് എന്ന് എവിടുന്ന് വന്നാലും മതി. എവിടുന്ന് വന്നാലും നമ്മൾ അതിനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കാറുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ, ഡബിൾ സോൾട്ട് KCl MgCl2 6H2O മാത്രമൊന്നല്ല, മറ്റൊരു ഡബിൾ സോൾട്ട് ആണ് ഇതാ പൊട്ടാഷ്യാലം. K2SO4 Al2SO4 ത്രൈസ് 12H2O എന്ന് പറയുന്ന പൊട്ടാഷ്യാലവും ഒരു ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ കിണറുകളിൽ കലങ്ങിയ വെള്ളം ഉണ്ടാവുമ്പോൾ നമ്മൾ ആലം ആഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കലങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ മഡ് പാർട്ടിക്കിൾ അതിലുള്ളത് കൊണ്ടാണ്. മഡ് പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജഡ് കൊളോയിഡ് ആണ്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ്ലി ചാർജഡ് ആയതുകൊണ്ട് മുകളിൽ ആ മഡ് പാർട്ടിക്കിളൊക്കെ അക്യുമുലേറ്റ് ചെയ്യും, അത് സെറ്റിൽ ഡൗൺ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് വാട്ടറിനെ ക്ലീൻ ആക്കും. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ
ആലം യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ ഷെയ്വ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആലം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെ യൂസ് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ഡബിൾ സോൾട്ടാണ് മോർ സോൾട്ട്. നിങ്ങൾ പ്രാക്ടിക്കലിന് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. മോർ സോൾട്ട് FeSO4 NH4 twice SO4 6H2O. ഇവരുടെയൊക്കെ പ്രത്യേകത വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും എന്നുള്ളതാണ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആസിഡും ബേസും കമ്പൈൻ ചെയ്താൽ സിമ്പിൾ സോൾട്ട് ഉണ്ടാവും. സിമ്പിൾ സോൾട്ടുകളുടെ കോമ്പിനേഷൻ ഡബിൾ സോൾട്ടിലേക്കും കോംപ്ലക്സ് സോൾട്ടിലേക്കും ലീഡ് ചെയ്യും. കോംപ്ലക്സ് സോൾട്ടിലെ സെൻട്രൽ മെറ്റൽ ആറ്റം കോംപ്ലക്സ് 7 പാർട്ടിലെ ആ മെറ്റൽ ആറ്റം ഡി ബ്ലോക്ക് എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നും വിളിക്കും. ക്ലിയർ? ദെൻ ഞാനൊരു കോംപ്ലക്സ് അയോൺ എടുത്തു, ഈസ് ക്ലിയർ, അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് എടുത്തു, K4FeCN6. ഈ സ്ക്വയർ ബ്രാക്കറ്റും അതിനകത്തുള്ള സ്പീഷീസിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ. ഈ സ്ക്വയർ ബ്രാക്കറ്റും അതിനകത്തുള്ള എല്ലാത്തിനെയും കൂടി പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയർ. ഈ കോർഡിനേഷൻ സ്ഫിയറിനകത്തുള്ള FeCN6 അതിനെ മാത്രം പറയുന്ന പേരാണ് കോർഡിനേഷൻ എൻടൈറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ എൻടൈറ്റി. ഇനി ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്ത് മെറ്റലിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. ഈ സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ലിഗാൻഡ്. ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തുള്ള ഈ മെറ്റലാറ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ക്ലിയർ? അടുത്തത്, ഈ കോർഡിനേഷൻ സ്ഫിയറിലെ അല്ലെങ്കിൽ ഈ കോർഡിനേഷൻ സ്ഫിയറിനെ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. അത് ഈ K4ന്റെ കൗണ്ടർ അയോൺ ആയിട്ടാണ് ഈ കോർഡിനേഷൻ സ്ഫിയർ വരുന്നത്. NaCl, Na പ്ലസും Cl മൈനസും. അതേപോലെ തന്നെ K4 പ്ലസും FeCN6 4 മൈനസും ആണ് സാധനം വരുന്നത്. ക്ലിയർ? അപ്പം ഈ കോംപ്ലക്സ് അയോൺ പാർട്ടിനെ മാത്രം ഞാൻ പുറത്തേക്ക് എടുത്തു. ഈ കോംപ്ലക്സ് അയോൺ പാർട്ടിൻ്റെ അകത്ത് 2 സ്പീഷീസുകളാണുള്ളത്. ഒന്ന് സെൻട്രൽ മെറ്റലാറ്റവും മറ്റൊന്ന് ലിഗാൻഡും. ഈ ലിഗാൻഡിനെ ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ലിഗാൻഡിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. ആ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ മുകളിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്ന ആ ചാർജ് ഇല്ലേ, ആ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ആരുടെ? സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തുനിന്ന് സെൻട്രൽ മെറ്റലാറ്റത്തെ മാത്രം അവിടെ നിർത്തി ലിഗാൻഡുകളെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചാർജാണോ സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ മുകളിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്കറിയാം ഇത് സയനൈഡ് അയോൺ ആയിട്ടാണ് പോവുക, Cn മൈനസ് ആയിട്ടാണ് പോവുക. ഓരോ ഇലക്ട്രോണിനെയും ഓരോ സയനൈഡ് കൊണ്ടുപോകും. ഈസി ക്ലിയർ? അങ്ങനെ വരുമ്പോൾ നോക്ക്, ഇവിടെ Cn മൈനസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഇലക്ട്രോണിനെ കൊണ്ടല്ലേ പോവുക. അപ്പം 4 Cn പോവുകയാണെങ്കിൽ 4 Cn മൈനസ് ആയിട്ടല്ലേ പോവുക. അപ്പോൾ ഇവിടുത്തെ 4 ഇലക്ട്രോണിനെ എടുത്തിട്ട് പോകും. അപ്പോൾ FeCN ട്വൈസ് മാത്രമായിട്ട് ബാക്കിയാവും. ഇനി ഇവിടുന്ന് ഈ 2 Cn ഇവിടുന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഓരോ ഇലക്ട്രോണിന് ആര് കൊടുക്കണം? അയൺ കൊടുക്കണം. അപ്പോൾ ഒരു Cnൻ്റെ കൂടെ ഒരു ഇലക്ട്രോണിന് കൊടുത്തു, മറ്റൊരു Cnൻ്റെ കൂടെ മറ്റൊരു ഇലക്ട്രോണിനും കൊടുത്തു. അപ്പോൾ അയണിൻ്റെ മേലെ ബാക്കിയാവുന്ന ചാർജ് എത്ര? 2+. ക്ലിയർ? അപ്പോൾ Fe2+ എന്ന് പറയുമ്പോൾ ഈ 2+ ആണ് ആരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? അയണിൻ്റെ. ക്ലിയർ അല്ലേ? ഞാൻ ആകെ പറഞ്ഞത് ഇത്രയല്ലേ. ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ സോൾട്ടും വാട്ടറും കിട്ടും. സിമ്പിൾ സോൾട്ടുകളുടെ കോമ്പിനേഷൻ ഡബിൾ സോൾട്ടിലേക്കും കോംപ്ലക്സ് സോൾട്ടിലേക്കും ലീഡ് ചെയ്യും. കോംപ്ലക്സ് സോൾട്ടിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ഡി ബ്ലോക്ക് എന്നാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിക്കും. ഇനി ഒരു കോംപ്ലക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റും അതിനകത്തുള്ള സ്പീഷീസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ എൻറ്റിറ്റി. ആ കോർഡിനേഷൻ സ്ഫിയറിലെ മെറ്റലിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ലിഗാൻഡ്. ആ കോർഡിനേഷൻ സ്ഫിയറിനകത്തുള്ള മെറ്റലിനെ പറയുന്ന പേരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ കോർഡിനേഷൻ സ്ഫിയറിനകത്തുള്ള ലിഗാൻഡുകളെ കംപ്ലീറ്റ് റിമൂവ് ചെയ്താൽ ഈ മെറ്റലിൻ്റെ മുകളിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ
നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ മാത്രം, കഥയോ കവിതയോ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് കാര്യം സംസാരിക്കുന്ന ആപ്പാണ് ബ്ലൂ ലൈൻസ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ബ്ലൂ ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. BLULINES ബ്ലൂ ലൈൻസ്. ഈ ഇല്ലട്ടോടെ ആ ബ്ലൂ ലൈൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.